ഹായ് നമസ്കാരം കൂട്ടുകാരെ. നല്ല മഴയാണിവിടെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രുചിക്കൂട്ടുകളായിട്ടാണ്. അപ്പോൾ ആദ്യത്തേത് വൻപയർ മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ മത്തങ്ങ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൻപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറയുന്ന ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ 2 കൈപ്പിടി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ജീരകം, പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 5 ചെറിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി അല്ലി ചേർക്കണം. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സമയം നമ്മുടെ മത്തങ്ങായും വൻപയറും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. മത്തങ്ങായി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ആ കൂട്ടില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പഴയകാല രുചിക്കൂട്ടായ ഇത് മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിത് വറതളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൻപയർ മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഞാൻ പിന്നെ മടക്ക് ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഞാൻ ഉണ്ടാക്കി മടക്ക് ദോശയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ടിപ്പ് ചെയ്തത് ഒരു നുള്ളു പഞ്ചസാര ചേർത്താണ്. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയാണ്. പിന്നെ ഞാൻ കുറച്ച് മൈദയാണ് കലക്കിയെടുത്തത്. മൈദയുടെ സ്ഥാനത്ത് ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ദോശമാവിൻ്റെ പരുവത്തിന് തന്നെ ഞാനിങ്ങനെ കലക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയിലേക്ക് ശർക്കര ചീകിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഏലക്കാപ്പൊടിയോ ജീരകമോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്ന ആ സമയത്ത് വെളിച്ചെണ്ണയാണ് ഒന്ന് തൂത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മാവ് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ദോശയായിട്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം അപ്പോൾ ആ മാവ് ഒന്ന് ഉണങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്കത് അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ചട്ടകം കൊണ്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിന് മടക്ക് ദോശ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മടക്ക് ദോശ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അമ്മയൊക്കെ പറയുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, മടക്ക് ദോശ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മൊരിച്ചെടുത്താലും മതി. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴയകാല രുചിക്കൂട്ടായ മടക്ക് ദോശ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാൻ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മടക്ക് ദോശ റെഡിയായി കഴിഞ്ഞു. ഇനി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ 2 വിഭവങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ മഴയത്ത് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി ചായയുടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ മഴ ഇപ്പോഴും തോർന്നിട്ടൊന്നുമില്ല, നല്ല മഴ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ 2 രുചിക്കൂട്ടുകളും കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്തു തരേണ്ടത് ഒരു ലൈക്കും സപ്പോർട്ടുമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.